ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നാം ഇന്ന് കടന്നു പോകുന്നത് സോഷ്യലിസ്റ്റ് പ്രമാണങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. എല്ലാവർക്കും തുല്യമായ നീതി ലഭിക്കണം എന്ന് പ്രചരിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജനാധിപത്യ യുഗത്തിലാണ് നാം മുൻപോട്ട് നീങ്ങുന്നത്. ഉള്ളവനിൽ നിന്നും എടുത്ത് ഇല്ലാത്തവന് കൊടുത്ത് സാമൂഹ്യ നീതി നടപ്പാക്കണമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. അത് ശരിയുമാണ്. ധനവാന്മാരും ദരിദ്രരും തമ്മിലുള്ള വലിയ അന്തരമുള്ളപ്പോൾ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുവാനും സന്തുലിതമായ സാമൂഹിക പരിഷ്കാരങ്ങൾ ഉളവാകുവാൻ തക്കതിനൊന്നും ഉള്ളവനിൽ നിന്നെടുത്ത് ഇല്ലാത്തവന് കൊടുക്കണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയും ലഭിക്കും, ഇല്ലാത്തവന് അത് നഷ്ടമാകുകയും ചെയ്യുമെന്നതാണ്. വ്യക്തമായി അത് വായിക്കുകയാണെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 29-ാം വാക്യത്തിൽ അത് കാണുവാൻ കഴിയും. അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുത്തു കളയുകയും ചെയ്യും. കർത്താവ് താലന്തുകളുടെ ഉപമയിലൂടെയാണ് ഈ കാര്യം പഠിപ്പിക്കുന്നത്. ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ സമ്പത്തും രാജ്യവുമൊക്കെ വിട്ട് പരദേശത്തേക്ക് അല്ലെങ്കിൽ അന്യനാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. താൻ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തൻ്റെ ദാസന്മാരെ വിളിച്ചു. അവർക്ക് തൻ്റേതായിട്ടുള്ള സമ്പാദ്യത്തിൻ്റെ അംശം വീതിച്ചു നൽകുകയാണ്. ഒരുവന് 5 താലന്തുകൾ നൽകി, ഒരുവന് 2 താലന്തുകൾ നൽകി, ഒരുവന് 1 താലന്ത് നൽകി. അവരെ അത് ഏൽപ്പിച്ചു. മറ്റ് ഉപാധികളോ നിബന്ധനകളോ ഒന്നുമില്ലാതെയാണ് ആ യജമാനൻ പുറപ്പെടുന്നത്. വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം മനുഷ്യർക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അവരുടെ കഴിവുകൾക്ക് അനുപാതികമായിട്ടാണ്. പല കഴിവുള്ള പലരുണ്ട്, വളരെ കഴിവുള്ള മനുഷ്യരുണ്ട്, ചെറിയ കഴിവുകൾ മാത്രമുള്ളവരും ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും ദൈവം നൽകുന്നത് അവരവരുടേതായിട്ടുള്ള കഴിവുകളനുസരിച്ചാണ്. ഓരോരുത്തർക്കും ലഭിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അവരുടെ കഴിവുകളനുസരിച്ചാണ്. എല്ലാവരിൽ നിന്നും ഒരുപോലെ ദൈവത്തിന് തൻ്റെ പ്രവർത്തനങ്ങൾ ആഗ്രഹിക്കുവാൻ കഴിയുകയില്ല, ആഗ്രഹിക്കുന്നുമില്ല. ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത് അവരവരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ, അതിൻ്റെ പൂർണ്ണമായ പ്രവർത്തനമാണ്. ഇപ്രകാരം ഈ താലന്തുകൾ ലഭിച്ചു. അവിടെ പ്രധാനമായിട്ട് നാം മനസ്സിലാക്കുവാനുള്ളൊരു കാര്യം, ഈ താലന്തുകൾ അവർക്ക് നൽകുന്നത് അവർ യജമാനോട് ആവശ്യപ്പെട്ടിട്ടല്ല, ഒരു ശുശ്രൂഷയുടെ വേതനമായിട്ടോ അവർ ചെയ്ത പ്രവൃത്തികൾക്ക് അനുസരണമായിട്ടോ അല്ല. ഇത് യജമാനൻ്റെ സൗജന്യമായ ഒരു ദാനമാണ്. അങ്ങനെ യജമാനൻ തൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായി അവർക്ക് ആ താലന്തുകൾ നൽകുകയാണ്. പ്രധാനപ്പെട്ട കാര്യം, ആ താലന്തുകൾ കൊണ്ട് എന്ത് ചെയ്യണം എന്ന് യജമാനൻ പറഞ്ഞില്ല. മാത്രമല്ല, എന്ന് താൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞില്ല. ഈ താലന്തുകൾ തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞില്ല. we find
that we live in an age where nations, political parties, and others have the ideology of socialism. They strive for equality among the people. Many a time, that equality is not existing. There's a great difference between the rich and the poor. So what they would propose is, take away from the rich and give it to the poor so that they can reach equality. So that's the thought of the present day, to make everybody equal. Take from those who have and support the have-nots so that there will be equality. Now, Jesus in his parable of talents says, he would give more to the people who have and take away from whatever the have-nots have, take it away from them. This is a paradox. And he teaches his disciples this principle by speaking a parable to them, the parable of talents. There was a rich man. Do you want to go abroad? And he called his servants and said, say, I'm going to give you a part of my wealth. And he gave the first one 5 talents, the second one 2 talents, and the third one just a talent. And we find the master going away. Now, one of the most important aspects of this giving is that it was an unconditional giving. There were no demands with that. He just gave it to them. That's it. He never told them what they should do with it. Neither did he tell them that he would come at a specific date. He didn't disclose any returning date to them. And also, he never told them that he will take them back from them. So none of these things were told. They got the talents. And this master, he went away. These 3 servants, one had got 5, another had 2, and another had 1. We find the one who had received 5 talents traded and he got 5 more. The second one who had got 2 talents, he traded and he got 2 more. And the third one didn't make any because he just dug a hole and buried it there. This is, in short, the parable. 5 കിട്ടിയവൻ അവൻ വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടെ നേടിയെടുത്തു. 2 കിട്ടിയവൻ അവൻ വ്യാപാരം ചെയ്ത് 2 കൂടെ നേടി. 1 കിട്ടിയവനോ ഒന്നും നേടിയില്ല. അവൻ കിട്ടിയ താലന്ത് അവൻ നിലത്ത് കുഴിച്ചിട്ടതായിട്ടാണ് നാം കാണുന്നത്. കാലങ്ങൾ മുൻപോട്ട് പോയി തിരിച്ചു വരവിനെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പും നൽകാതെ യജമാനൻ തിരിച്ചു വന്നു. എന്നിട്ട് തൻ്റെ 3 ദാസന്മാരെയും വിളിക്കുകയാണ്. ഒന്നാമൻ വന്നു. അവൻ പറഞ്ഞു, യജമാനൻ, നീ എനിക്ക് 5 താലന്തുകളാണ് തന്നത്. ഞാൻ 5 കൂടെ നേടിയിരിക്കുന്നു. യജമാനൻ സന്തുഷ്ടനായി. ഞാൻ അല്പത്തിൽ വിശ്വസ്തൻ, അധികത്തിൽ വിചാരനാക്കും. 2 താലന്ത് ലഭിച്ചവൻ അവനും വന്ന് പറഞ്ഞു, അങ്ങനെ എനിക്ക് 2 താലന്തുകൾ തന്നു. ഞാൻ വ്യാപാരം ചെയ്ത് എനിക്ക് 2 കൂടെ ലഭിച്ചു. 3-മത്തവൻ വന്നു. അവന് പറയാനുള്ളത് മറ്റൊരു കാര്യമായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ഇത് കാണുവാൻ കഴിയും. അതേ ആ യജമാനൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നു. അങ്ങനെ ക്രൂരനായ ഒരു യജമാനാണ് എന്നാണ് ഈ 3-മത്തെ ദാസന് പറയാനുണ്ടായിരുന്നത്. അവൻ അതുകൊണ്ട് ഈ താലന്ത് മറ്റൊന്നിനും ഉപയോഗിക്കാതെ, വ്യാപാരം ചെയ്യാതെ, തൻ്റെ യജമാനു വേണ്ടി എന്തെങ്കിലും അല്പം സമ്പാദ്യം കൂട്ടി ശേഖരിക്കുവാൻ തക്കവണ്ണം വിനിയോഗിക്കാതെ കുഴിച്ചിടുകയാണ്. അങ്ങനെ ആ കുഴിച്ചിട്ട താലന്ത് യജമാൻ്റെ അടുക്കൽ കൊണ്ട് കൊടുക്കുകയാണ്. മറ്റ് 2 ദാസന്മാർ അത് വ്യാപാരം ചെയ്യുന്നു.
അന്നത്തെ കാലത്ത് വ്യാപാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സാഹസമാണ്. അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതം എന്താണ് എന്ന് പറയുവാൻ സാധ്യമല്ല. നമുക്കറിയാം, വ്യാപാര രംഗത്ത് ലാഭമുണ്ടാകും, നഷ്ടവുമുണ്ടാകും. അപ്പോൾ 5 താലന്ത് ലഭിച്ചവൻ അത് വ്യാപാരം ചെയ്തു എന്ന് പറയുമ്പോൾ അവന് തൻ്റെ യജമാനു വേണ്ടിയിട്ട് സമ്പാദ്യം വർദ്ധിപ്പിക്കുവാനായിട്ട് അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അതിൻ്റെ മുൻപിൽ ഉണ്ടാകാവുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെയും സഹിക്കുവാൻ തയ്യാറാവുകയാണ്. വ്യാപാരം നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധനങ്ങൾ വാങ്ങണം, കൊടുക്കണം, വിൽക്കണം. എന്നാൽ ഭവിഷ്യത്തുകളെ വകവെക്കാതെ അവൻ തൻ്റെ യജമാനു വേണ്ടി യജമാനൻ യാതൊരു വ്യവസ്ഥയുമില്ലാതെ നൽകിയ ആ താലന്ത് അവൻ വിനിയോഗിക്കുകയും അവൻ അതിൻ്റെ കൂടെ 5 കൂടെ നേടുകയും ചെയ്തു. രണ്ടാമത്തെ ദാസനും അപ്രകാരം തന്നെയാണ്. അവനും തനിക്ക് ലഭിച്ച താലന്ത് ക്രയവിക്രയം ചെയ്ത് അതിലുണ്ടാകാവുന്ന എല്ലാവിധമായ കഷ്ടപ്പാടിനെയും നഷ്ടങ്ങളെയും ഒക്കെ ത്രിവൽഗണിച്ചുകൊണ്ട് പ്രവർത്തിച്ച് അവൻ 2 കൂടെ നേടുകയാണ്. ഇവിടെ നാം കാണുന്നത് ഒരാൾക്ക് 5 ലഭിച്ചു, ഒരാൾക്ക് 2 ലഭിച്ചു. പക്ഷേ അവരുടെ മൂലധനത്തിൽ ഇരട്ടിയായ വർധനയാണ്. 5 നേടിയവൻ 5 കൂടെ നേടുകയാണ്. 2 ലഭിച്ചവൻ 2 കൂടെ നേടുകയാണ്. So we find that these servants, they were bold enough to trade so that they could make some gain for their master. They had the welfare of the master in mind. Of course, that would definitely create a lot of problems. It's a risk actually. In business, you can't say whether you will succeed. But they were able to take up that risk for their master. They were not bothered about the consequence. They were prepared to take a risk for their master. They had the welfare of their master in mind. So when the master returns unexpectedly and calls them forward and give back the talents given to them, and it's not the same. You see, the one who received 5 gives him back 10. The one who received 2 gives him back 4. The double measures they return. And the master gives back to them so that they can possess it. And the third one, he just dug it and kept it because he doubted the integrity of the master. And we find him, he didn't lose it. He gave back only what he received. He could not increase it because he could not be bothered about the master. And we find the master rebuking him. മൂന്നാമത്തവന് തനിക്ക് ലഭിച്ച താലന്ത് നഷ്ടമാക്കിയില്ല. അത് അതുപടി കൊണ്ടുവന്ന് തിരിച്ച് യജമാനന് കൊടുക്കുകയാണ്. അപ്പോൾ യജമാനൻ അവനെ വിളിക്കുന്നത് ദുഷ്ടനും മടിയനുമായ ദാസനെന്നാണ്. അപ്രയോജന ദാസനെന്നാണ്. ദുഷ്ടനാണ്. എന്താ ദുഷ്ടത? തൻ്റെ യജമാനൻ്റെ നന്മയ്ക്കായി ചിന്തിക്കുവാൻ കഴിയാത്ത അവസ്ഥ. തൻ്റെ യജമാനൻ്റെ നഷ്ടം അല്ലെങ്കിൽ യജമാനൻ്റെ അഭിവൃദ്ധി ഇവയെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അവനെക്കുറിച്ച് മാത്രമുള്ള ചിന്തയാണ്. അതുകൊണ്ടാണ് യജമാനൻ എന്ന് വന്നാലും ശരി ചോദിച്ചത് എൻ്റെ തന്ന് തിരിച്ചു തന്നേക്കാം. അതിനകത്ത് യജമാനൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ചോ യജമാനൻ ഇതിൽ എന്തെങ്കിലും കൂടുതൽ കൊടുക്കണമെന്നുള്ള ചിന്തയൊന്നുമില്ല. സ്വാർത്ഥതയാണ്. സ്വാർത്ഥത ദുഷ്ടതയാണ്. മറ്റൊരുവൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുവാൻ കഴിയാത്തത് തിന്മയാണ്. അതാണ് യജമാനൻ അവനെ വിളിക്കുന്നത് ദുഷ്ട എന്ന്. രണ്ടാമതായിട്ട് മടിയൻ എന്നാണ് വിളിക്കുന്നത്. കാരണം വ്യാപാരം ചെയ്യണമെങ്കിൽ അതിനൊരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. ഒരുപാട് റിസ്ക് ഉണ്ട്. അതിലുപരിയായിട്ട് ബുദ്ധിമുട്ടുകൾ. വ്യാപാരം ചെയ്യുന്നത് നമുക്ക് കണ്ടറിയാം. ഒരു സാധനം കൊണ്ടുവന്ന് വിൽക്കാൻ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണം, പിന്നെയും തിരിച്ച് കൊണ്ടുവരണം. ഒരു സ്ഥലത്ത് അത് വിൽക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആ ഉൽപ്പന്നം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ലാഭം ലഭിക്കുന്നത് വരെ ത്യാഗം സഹിക്കുവാൻ തക്കവണ്ണമുള്ളൊരു മനസ്സുണ്ടാകണം. അതിന് ഒരുപാട് കഷ്ടം ആവശ്യമുണ്ട്.
ഒരുപാട് ത്യാഗം അതിനാവശ്യമുണ്ട്. അതുകൊണ്ട് അത് സഹിക്കുവാൻ കഴിയാത്തവൻ മടിയനാണ്. ഒരു ഉത്സാഹശീലന് മാത്രമേ അത് സാധ്യമാകൂ. ഉത്സാഹമില്ലാത്തവർക്ക് അത് സാധ്യമല്ല. മടിയന് ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് അവനെ വിളിക്കുന്നത് ദുഷ്ടനും മടിയനുമായ ദാസൻ. മാത്രമല്ല മറ്റൊരു വിശേഷം അവന് കൊടുക്കുന്നത് അപ്രയോജന ദാസൻ എന്നാണ്. പ്രയോജനമില്ലാത്തവൻ, ആർക്കും പ്രയോജനമില്ല, അവൻ അപ്രയോജനഭൃത്യനാണ്. ഈ 3 കാര്യങ്ങളോടൊപ്പം അവനുള്ള ശിക്ഷാവിധിയും യജമാനൻ പറയുകയാണ്. എന്താണ്? അവനെ പുറത്തുള്ള ഇരുട്ടിലേക്ക്, കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലത്തേക്ക് ഇട്ടേക്കുക. അനുഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൻ്റെ മാർഗം അവൻ്റെ കയ്യിൽ കൊടുത്ത് അവനത് ഉപയുക്തമാക്കാൻ കഴിയാതെ വരുമ്പോൾ അവൻ അന്ധകാരത്തിലാണ്, ചുറ്റും ഇരുട്ടാണ്. ആ ഇരുട്ടിലേക്ക് അവനെ തള്ളിക്കളയുക. അവന് വെളിച്ചത്തിൽ വസിക്കുവാൻ അവകാശമില്ല. ആ ഇരുട്ടിലേക്ക് തള്ളിക്കളയുക. ഇരുട്ടിൽ എന്താണുള്ളത്? പല്ലുകടി, കരച്ചിൽ. ഇതെല്ലാം ഉണ്ടാകുന്നത് നിരാശയിലാണ്. പ്രത്യാശ നഷ്ടപ്പെട്ടവരായി അതിവേദനയിൽ, കഷ്ടത്തിൽ, നഷ്ടത്തിൽ എല്ലാം പോയപ്പെട്ട് അവസാനം ശിക്ഷാവിധിയിൽ, ഇരുട്ടിൽ, അതിവേദനയിൽ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ജ്വലിച്ച് അവരെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അവിടെയാണ് കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്നത്. അപ്പോൾ അപ്രകാരം അവൻ്റെ ഭാവി മുഴുവനായി അവിടെ ഹോമിക്കപ്പെടുകയാണ്. 3 പേരുണ്ടായിരുന്നു. 2 പേർ അനുഗ്രഹീതരായ രീതിയിൽ ഇന്ന് അവർ സമ്പന്നരാണ്. സമൂഹമധ്യേ അവർക്ക് സ്ഥാനമാനമുണ്ട്. കാരണം അവർ കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ, അവന് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുവാൻ തക്കവണ്ണം, ആ യജമാനു വേണ്ടിയിട്ട്, കർത്താവെന്ന് ഞാൻ പറയുമ്പോൾ യജമാനു വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുവാൻ തക്കവണ്ണം സന്നദ്ധരായിരുന്നു. ആത്മീയ ജീവിതത്തിലും ആത്മീയ ശുശ്രൂഷയിലും ഇത് നമുക്ക് പാഠമാകണം. ദൈവിക കൃപകളാകുന്ന താലന്തുകൾ ദൈവം നമുക്കൊക്കെയും തന്നിട്ടുണ്ട്. ഓരോരുത്തരുടേതായിട്ടുള്ള ദൈവസന്നിധിയിലുള്ള പ്രാഗൽഭ്യമനുസരിച്ചും ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളനുസരിച്ചുമാണ് കൃപകൾ നൽകുന്നത്. അതെത്രമാത്രം വ്യാപാരം ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, അഥവാ ഉപയുക്തമാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 5 കൊടുത്തവൻ 5 കൂടെ നേടി, ഇരട്ടിയാക്കി. ദൈവകൃപകൾ കൊണ്ടുള്ള പ്രവർത്തനം ഇരട്ടിയാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? 2 ഭൃത്യന്മാർ, അവർക്ക് ലഭിച്ച കൃപകൾ, ആ കൃപകൾ കൊത്തവണ്ണം അവർ അതിനെ ഇരട്ടിയാക്കി. അവർ അനുഗ്രഹത്തിലേക്ക്, യജമാനൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 3-മനോ അവൻ ഇരുട്ടിലാണ്. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ നമുക്ക് ദൈവം നൽകി വച്ചിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകളുണ്ട്, നമുക്ക് നൽകിയിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അവ ഉപയുക്തമാക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോഴാണ് യജമാനു വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കുവാനും നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ യജമാനൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനും കഴിയുന്നത്. പലപ്പോഴും നാം ആ 3-മത്തെ ദാസനെ പോലെ നാം ദൈവിക കൃപാവരങ്ങൾ പ്രാപിക്കും, എന്നാൽ അത് കുഴിച്ചു മൂടിയ അവസ്ഥയിലാണ് മുൻപോട്ട് പോകുന്നത്. അതിനെ ഉപയുക്തമാക്കുവാനോ ആത്മാക്കളെ നേടുവാനോ നമുക്ക് കഴിയാറില്ല. ദൈവിക കൃപകൾ അത് ദൈവം നൽകിയിരിക്കുന്നത് തന്നിലേക്ക് അനേക കാര്യങ്ങളെ ആകർഷിക്കുവാനാണ്, തൻ്റെ നാമം മഹത്വപ്പെടുവാനാണ്. അപ്രകാരം പ്രവർത്തിക്കുവാൻ കഴിയാതെ അതിനെ കുഴിച്ചു മൂടിയിട്ട് യജമാനൻ എന്തെങ്കിലും വായിച്ചാൽ തന്ന കൃപയാണ് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറയുവാൻ തക്കതിന് വേണം ഉള്ള മനോഭാവമാണെങ്കിൽ ഓർത്തുകൊള്ളണം, കർത്താവ് അകലെയുള്ളവരെ വിളിക്കുന്നത് ദുഷ്ടന്മാരെന്നാണ്, മടിയന്മാരെന്നാണ്, അപ്രയോജന ദാസന്മാരെന്നാണ്. പ്രയോജനമില്ലാത്തവർ, തിരഞ്ഞെടുത്തിട്ടും ദൈവരാജ്യത്തിൻ്റേതായിട്ടുള്ള കെട്ടുപണിക്ക് ഉപയുക്തമാക്കുവാൻ കഴിയാതെ അപ്രയോജനദാസന്മാരായിട്ട് തീരുന്ന അവസ്ഥ. നാം ഇതിൽ ഏത് കടത്തിൽപ്പെടുന്നുവെന്ന് പരിശോധിക്കണം.
We have to examine where we are, how we are. We find three people reacting in three different ways. Two of them, they were prepared to make sacrifices for God. Similarly, God has granted us all His gifts and graces. How much are we utilizing them? Have we gained more souls for Jesus? We have to examine. And we have to see how profitable were we for Him. When He gives us His graces and gifts, He expects us to produce fruits for Him. What sort of fruit did you bear for Him? You have to examine. So, whenever He comes, if we should be able to return His blessings and His graces granted to us in double measures, we have to work for Him. We have to struggle for Him. Just as how the servant who received 5 talents gained another 5 more, definitely with his hard work and dedication. So let us be in that category, working more to gain souls and present it before the Master when He calls. Not like the third one, who is lost forever. നമുക്ക് ആ 5 താലന്ത് കൂടെ നേടിയ വ്യക്തിയെ പോലെ, 2 നേടിയ വ്യക്തിയെ പോലെ ദൈവത്തിനു വേണ്ടി നമ്മുടെ കഴിവനുസരിച്ച് പ്രവർത്തിക്കുവാൻ തക്കതിരുവണ്ണം അവൻ തന്നിരിക്കുന്ന കൃപകളും കൃപാവരങ്ങളും ഉപയുക്തമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ, ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം കഴിയുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്രകാരം ഒരവസ്ഥയിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അവിടെ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കുവാനും 5 താലന്ത് ലഭിച്ചവർ 5 കൂടെ നേടിയതുപോലെ നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തന്നിരിക്കുന്നതിന് ഇരട്ടിയോ അതിലുപരിയായിട്ടോ നേടുവാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സഹായിക്കണമെന്ന് ഈശോ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുവാനാണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.